ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫേസ് സ്ക്രബിൻ്റെ റിവ്യൂ നോക്കിയാലോ. നമുക്ക് എല്ലാവരുടെയും മുഖത്തും അതേപോലെ തന്നെ നോസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ വരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ഫേസ് സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും നമ്മളെല്ലാവരും അല്ലേ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു സ്ക്രബാണ് നമ്മുടെ എംകഫേൻ്റെ കോഫി സ്ക്രബ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതിൻ്റെ കളർ വരുന്നൊരു ലൈറ്റ് കോഫി ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നല്ല കോഫി സ്മെല്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് കോഫി വിത്ത് ആൽമണ്ട് മിൽക്കാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്ക്രബ് ചെയ്യണേക്കാൾ മുമ്പ് ആദ്യമേ നമുക്കൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് കുറച്ചെടുത്ത് സ്ക്രബ് ചെയ്യാം. നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യാൻ നേരത്ത് മുഖത്തും കഴുത്തിലും സ്ക്രബ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യാത്തത്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കഴുത്തിൽ അതിന് കറുത്ത മാർക്ക് വരുന്നുണ്ട്. അത് ടാബ്ലറ്റ് കഴിക്കണോണ്ടാണ്. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ അധികം സ്ക്രബ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫേസിൽ മാത്രം സ്ക്രബ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ നേരത്ത് കഴുത്തിലും കൂടി സ്ക്രബ് ചെയ്യണം. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചെറുതായിട്ടൊന്ന് ആവി കൊണ്ടിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല എഫക്റ്റ് കിട്ടും നമുക്ക്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഒരു നേരത്തെക്കാലം വെച്ച് നോക്കാൻ നേരത്ത് കുറച്ചും കൂടി നല്ല ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ടാകും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ വൈറ്റ്, എൻ്റെ മൂക്കിൻ്റെ സൈഡിലും ഒക്കെ വൈറ്റ് കളറിലെ വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖത്തെ. എന്തായാലും ഈ എംകഫേൻ്റെ കോഫി സ്ക്രബ് എനിക്ക് എന്തായാലും നല്ലൊരു റിസൾട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.